സുഹൃത്തുക്കൾ ഒരു പക്ഷേ ഒരു അദൃശ്യ ശക്തിയായിരിക്കാം. ആ ശക്തിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കാം. സത്തായ മാർഗം തെളിച്ചിടുക സത്യസ്വരൂപാ വിഭോ നീ സത്യസ്വരൂപാ വിഭോ ഭുവനേക ശാന്തികൾ വീസാൻ ഭുവനേശ്വര കൈത്തൊഴാം ഭുവനേശ്വര കൈത്തൊഴാം. Dai-nos a benção, ó Virgem Mãe, penhor seguro do sumo bem. Dai-nos a benção, ó Virgem Mãe, penhor seguro do sumo bem. Tu és a rosa do puro amor, suave exhalando celeste dor, até dos lírios o resplendor se perde em vista do teu fulgor. Dai-nos a benção, ó Virgem Mãe, penhor seguro do sumo bem. Dai-nos a benção, ó Virgem Mãe, penhor seguro do sumo bem. I love you, Lord. Oh, your mercy never fails me. All my days I've been held by your hands. From the moment that I wake up until I lay my head, oh, I will sing of the goodness of God. All my life you have been faithful. All my life you have been so, so good. With every breath that I am able, oh, I will sing of the goodness of God. ശൈലയാണ് നമ്മുടെ ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സിനിമാ രംഗത്ത് 43 വർഷത്തെ പ്രവൃത്തി പരിചയവുമായി നമ്മുടെ അഭിമാനം ശ്രീ മോഹൻലാൽ സംവിധാന രംഗത്തേക്ക് കടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ ആരാധകർ ബറോസിന്റെ വിശേഷങ്ങൾക്കായാണ് കാതോർക്കുന്നത്.
ഭാഷയുടെയും ദേശത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് വലിയൊരു ക്യാൻവാസിലാണ് റാവിസ് അവതരിപ്പിക്കുന്ന ആശീർവാദ് സിനിമാസിന്റെ ബറോസ് നമ്മളിലേക്ക് എത്തുന്നത്. ഫാന്റസി ത്രില്ലറാണ്, 3Dയിലാണ്. ലാൽ സാറിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഫോർ ദ ചൈൽഡ് ഇൻ യു ബറോസ് ഒരുങ്ങുന്നത്. സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിനുവേണ്ടി വേദിയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ ക്ഷണിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ സിനിമയുടെ തറവാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടി, നവീന സാങ്കേതിക വിദ്യകളുടെ വിജയകരമായ പരീക്ഷണങ്ങളിലൂടെ മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ തലപ്പത്തെത്തിച്ച അസാമാന്യ പ്രതിഭ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു നവോദയത്തിന്, വിജയത്തിന്റെ പടയോട്ടത്തിന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. 3Dയും 70mm ഒക്കെ നമുക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയ ജിജോ സാറിനെ പോലെ സിനിമയുടെ സാങ്കേതിക വിദ്യയിൽ ആഴത്തിൽ അറിവുള്ളയാൾ ലാൽ സാറിനൊപ്പം ചേരുമ്പോൾ ബറോസിനെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ ഉയരുകയാണ്. റാവിസ് അവതരിപ്പിക്കുന്ന ആശീർവാദ് സിനിമാസിന്റെ ബറോസിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നതിനായി ജിജോ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എത്ര സമയമുണ്ട്? 10 മണിക്ക് മുഹൂർത്തമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷും മലയാളവും കലർന്ന മണിപ്രവാള ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്. ഭാഷാസ്നേഹികൾ ക്ഷമിക്കണം. ഞാൻ ബാറോസിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ദിസ് ഓൾ സ്റ്റാർട്ടഡ് ലൈക്ക് ദിസ്. 2000 ആണ്ടിൽ ഞാൻ ജൂഡ് അഡിപ്പേറ്റിയോട് കൂടി ഒരു സ്പിരിച്വൽ ഫിലിം എടുക്കുകയായിരുന്നു, മട്ടാഞ്ചേരി നമ്മുടെ അഴിമുഖത്ത്. അപ്പോൾ ഇതുപോലൊരു ദൃശ്യം കണ്ടു. ഒരു ബോളാഡിൻ്റെ ഒരു കുറ്റിപ്പുറത്ത് ഒരാളിരിക്കുന്നത്. അത് കണ്ടിട്ട് ജൂഡ് പറഞ്ഞു, ഇയാളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു പെൺകുട്ടിക്ക് കാണാം. ചിലപ്പോൾ മരത്തിൻ്റെ മുകളിലായിരിക്കും, ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും, ചിലപ്പോൾ മതിലിൻ്റെ മുകളിലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ജൂഡ് കാപ്പിരി മുത്തപ്പൻ്റെ കഥയായിരിക്കും പറയുന്നില്ലേ? അപ്പോൾ ജൂഡ് ചോദിച്ചു, കാപ്പിരി മുത്തപ്പനോ? അതെന്താ? ഞാൻ പറഞ്ഞു, കൊച്ചിയിലായിട്ടും കാപ്പിരിയുടെ മുത്തപ്പൻ്റെ കഥ അറിയില്ലേ? കാപ്പിരി മുത്തപ്പൻ എന്ന് പറയുന്നത് കുട്ടിച്ചാത്താൻ മിത്ത് പോലെ ഒരു മിത്താണ്. ഞങ്ങൾ കുട്ടിച്ചാത്താൻ ആദ്യമായിട്ടൊരു 3D എടുക്കാനായിട്ട് പല കഥകൾ ആലോചിച്ച കൂട്ടത്തിൽ കൺസിഡർ ചെയ്ത് തള്ളിയ ഒരെണ്ണമാണ് കാപ്പിരി മുത്തപ്പൻ്റെ കഥ. ഇത് 2020 നടന്നത്. ഞാനപ്പോൾ കഥ ഒന്നുകൂടെ ഒന്ന് വിപുലീകരിച്ച് കൂടെയുള്ള സുഹൃത്തുക്കൾക്കെല്ലാം ഒന്ന് അയച്ചു. ആ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, വി ഹാവ് ടു ഗോ ബാക്ക് 37 years ago. 1984 കുട്ടിച്ചാത്താൻ എടുത്ത കുറേ പരിചയസമ്പന്നമില്ലാത്ത കൂട്ടരെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒന്ന് രാജീവ് കുമാർ, രഘുനാഥ് പലേരി, മാത്യു പോള്, പുറകെ കാണുന്നത് ഞാൻ, എൻ്റെ സഹോദരൻ ജോസ്മോൻ, ആർട്ട് ഡയറക്ടർ ശേഖർ. ഇവരെല്ലാവരും പുതിയ ആളുകളായിരുന്നു, ഞാനൊഴിച്ച്. ഞാൻ പടയോട്ടം എന്ന് പറഞ്ഞ ഒരു പടം സംവിധാനം ചെയ്ത് കഴിഞ്ഞു. ബാക്കി എല്ലാവരും പുതിയ ആളുകളാണ് ഫിലിം ഇൻഡസ്ട്രിക്ക്. ഇത് പറയാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട്. ആ പടം ഇതിൻ്റെ ഒരു ഭാഗമാണ്. എനിക്കിന്ന് പ്രത്യേകമായി സന്തോഷം തരുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ, ഇറ്റ് വാസ് ടേക്കൺ റൈറ്റ് ഓവർ അബവ് ദെയർ. This photograph was taken when we were shooting My Dear Kuttichaathan. That day we won the best picture award for എൻ്റെ മാമാട്ടുകുട്ടി അമ്മയ്ക്ക്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അതിന് സ്വീകരണം നടത്താൻ വേണ്ടി പാച്ചിയെയും സിബിയെയും അങ്ങനെ പലരെയും വിളിച്ച് കൂട്ടത്തിലെടുത്ത ഫോട്ടോയാണിത്. What gave me great gratification today is we are now starting a film, Baros, by Ashirvad Films. On the day it has won a national award. Their previous film by Priyadarshan, Arabikadalile Simham.
So I find it ominous, a good omen. May God bless. Now, ഇനി ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇതിനെ ഞാൻ പറയാനായിട്ടൊരു പ്രത്യേക കാരണം, ഓക്കെ, they put it wrongly. Yes, this is some of the past. പടയോട്ടം എടുത്തപ്പോഴത്തേക്ക് സിബി ഉണ്ട്, പ്രിയനുണ്ട്, ഇങ്ങനെ ഇറ്റ് ജസ്റ്റ് എ ത്രോ ബാക്ക്. Now we come to Barros. ഒരു 5 കൊല്ലം മുമ്പാണ് ഞാനിവിടെ ഇവിടുത്തെ ആക്ടിവിറ്റി സർവൈവ് ചെയ്യാൻ കിഷ്കിന്ധായ്ക്ക് ശേഷം ഇവിടെ എത്തിയത്. സോ ദർ വർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു കെയിം ഇൻ ടു അസിസ്റ്റ് മീ ഡു ഡിഫറെൻറ്റ് പ്രൊജക്ട്സ്. കുട്ടപ്പ സാറുണ്ടായിരുന്നു, ടിജു കുര്യൻ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ രാജീവ്, മാത്യു പോള്, രഘു, ശേഖർ, പ്രകാശ് മൂർത്തി, ജോസി, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ചുണ്ടൻ വള്ളത്തിൻ്റെ ഒരു കഥ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആർ കെ രാധാകൃഷ്ണൻ, ആഫ്റ്റർ കിഷ്കിന്ദ ഹി വാസ് ഇലസ്ട്രേറ്റിംഗ് ദാറ്റ്. ആ സമയത്ത് സ്വപ്ന ഡേവിഡ്, എ ഫ്രണ്ട് ഓഫ് മൈൻ, ഐ കൺസിഡർ ഹർ ആസ് മൈ ഡോട്ടർ, ബട്ട് ഷീ കൺസിഡർ മീ ആസ് strangely, along with her younger brother Nirmal, who is a game designer. She came and told that this story of Barros has an international potential and I should write the story in English. I read it in English and then the whole team went to Goa with my friend A.M. Nasir, Srilal. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആണ് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് രാജീവും ദിസ് ഈസ് എ ബ്രേക്ക്, നോട്ട് എ കൊമേഴ്ഷ്യൽ ബ്രേക്ക്, ദിസ് ഈസ് എ പ്രയർ ബ്രേക്ക്. സോ എല്ലാവരുടെയും സ്നേഹത്തോടും പ്രാർത്ഥനയോടും എല്ലാവരുടെയും ബ്ലെസ്സിങ്ങോടുകൂടി ഞാനിത് ലൈറ്റ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ആൾക്കാരുമായിട്ട് മുകളിൽ പോയി ആ വിളക്ക് കൊടുത്താം. മിസ്റ്റർ ജിജു സംസാരിച്ചതിന് ശേഷം.
ഞാൻ പറഞ്ഞ പോലെ ഈ കഥ ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റ് എന്ന നിലയിലെടുക്കുമ്പോൾ ഇതിന് എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം അന്ന് പ്രത്യേക രൂപമൊന്നും ഇല്ലായിരുന്നു. ബട്ട് വി ആർ മേക്കിംഗ് എ സബ്ജക്റ്റ് ദാറ്റ് ക്യാൻ ബി പ്രസൻറ്റ് ആസ് എ ഫിലിം. ഇറ്റ് ഹാഡ് അതിനും ആ സമയത്ത് റിസർച്ചിന് പോയപ്പോഴാണ് ഗോവയിലുള്ളവരെ പരിചയപ്പെട്ടതും ജോസി ജോസഫിൻ്റെ കീഴിലുള്ള ഒരു സംഘം ആളുകൾ അവിടെ പോയി ആർക്കൈവ്സിലും മറ്റും ഡേറ്റ കളക്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ മരിയ ബ്രാങ്കോ എന്ന പ്രൊഡക്ഷൻ ഡിസൈനർ ലിസ്ബണിൽ നിന്നെത്തി. അങ്ങനെ കാര്യങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജീവും ലാലുമോനും, ഐ സംടൈംസ് കോൾ ഹിം ലാലുമോൻ ഫോർ ഓൾ ടൈം സേക്ക് ആൻഡ് ലാൽ സാർ ആസ് ഫോർ ദ പ്രസൻറ്റ് ടൈം, ഇവിടെ വന്ന് ഒരു 3D സ്റ്റേജ് ഷോയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ കഥ കാണാനിടയായി. അപ്പോൾ രാജീവാണ് ആദ്യം പറഞ്ഞത്, ഇത് നമുക്ക് മലയാളത്തിൽ തന്നെ അങ്ങ് എടുത്താൽ എന്താ? ഞാൻ പറഞ്ഞൊരു കാപ്പിരി മുത്തപ്പൻ്റെ കഥ മലയാളത്തിൽ ലാൽ സാർ ചെയ്യും. ലാൽ സാർ ചെയ്യും. അല്ല രാജീവേ, ഇതൊരു പെൺകുട്ടി ഒരു നിധി കാക്കുന്ന ഭൂതത്തെ കാണുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ നരേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ രാജീവ് പറഞ്ഞു, അതിന് പെർസ്പെക്റ്റീവ് അങ്ങ് മാറ്റിയാൽ പോരെ. ഞാൻ ചോദിച്ചു അതെങ്ങനെയാ? ഗോസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കഥ പറയണം. See, there was a marked change then. Rajiv did a very interesting thing then. Till then, it was a fantasy of a teenage girl who thinks that there is a treasure guarding ghost, there is a ghost guarding a treasure for her. Avidunnnu perspective maatiyapol, now this becomes a fantasy of a ghost who thinks there comes a girl as heiress to the treasure he is guarding. കൊള്ളാം. പക്ഷേ ഈ കാപ്പിരി ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ മള്ളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ ജോസി, അതായത് ഇതിൻ്റെ സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ മുഴുവൻ പഠിച്ച ജോസി, ബാറോസ് എന്ന ഒരു മലബാറി ഡിഗാമയുടെ ഭൃത്യനായി ജോലിക്കെത്തിയ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പൂർണ്ണമായ ഒരു സ്കെച്ച് വരച്ചു കൊണ്ടുവന്നു, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടുകൂടി. ഇറ്റ് വാസ് സോ വെരി കൺവിൻസിങ്. ഇത് ലാൽ സാർ we started research further again and I started writing the script. By that time Prakash Murthy was there. പുതിയ ആളുകൾ, അതായത് യങ്സ്റ്റേഴ്സ്, അൽത്താഫ്, ജെൻസന്, വാവച്ചി, ദാറ്റ് ഈസ് ഷീസ് എ കോസ്റ്റ്യൂം ഡിസൈനർ. ഐ വാസ് ഹർ ലോക്കൽ ഗാർഡിയൻ അറ്റ് ചെന്നൈ. പിന്നെ ജോസിയുടെ മകൻ കരുണ്, ഇങ്ങനെയുള്ള കുറേ യങ്സ്റ്റേഴ്സ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് ദി ഓൾ സ്റ്റാർട്ടഡ് പിച്ചിങ് ഇൻ ആൻഡ് ദ സ്റ്റോറി ഡെവലപ്ഡ്. ഇത് ഒരു സ്ക്രിപ്റ്റായിട്ട് എഴുതി വന്നപ്പോൾ നന്നായിരുന്നു തോന്നി. ഒരിക്കൽ ഇത് മുഴുവൻ കൊണ്ടുവന്ന് ലാൽ സാറിനെയും ആൻ്റണി ചേട്ടനെ, ഐ വെരി വെൽ റിമെമ്പർ ദ ഡേ, ലാൽ സാറിനെ ആൻ്റണി ചേട്ടനെ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ഒരു ഇത് വായിച്ച് കേൾപ്പിച്ചപ്പോഴത്തേക്ക് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ഹൂ ഈസ് ഗോയിങ് ടു ഡയറക്റ്റ് ദിസ്. അപ്പോൾ ആദ്യം എൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോഴേ ഞാൻ പറഞ്ഞു, ഐ ആം നോട്ട്, സി there's a long time since I directed and it's not my cup of tea. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്ക്രിപ്റ്റ് ആവുമെന്ന് തോന്നുന്നുകൊണ്ട് മാത്രം എഴുതിയതാണ്. ആൻഡ് ഐ ആം റൈറ്റിംഗ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആ കുറിച്ച് പറയാൻ മറന്നുപോയത്, സി ഐ ആം റൈറ്റിംഗ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, ബട്ട് then when it became a script, there was a lot of contribution from youngsters. കുട്ടപ്പൻ സാർ ഉണ്ടായിരുന്നു, who was a patron all around. Then we had, Rajiv coming in and pitching in. രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഹു വാസ് ഇലസ്ട്രേറ്റിംഗ് ഇറ്റ്. പിന്നെ ശേഖർ വരും, പ്രകാശ് മൂർത്തി വന്ന് ഹി വുഡ് ക്യാരക്ടറൈസ് തിങ്സ്. ഹി വാസ് ഹെൽപ്പിംഗ് ഇൻ ദ റിസർച്ച് ഓൾസോ.
അങ്ങനെ Kalavur Revumar, John Paul, they are all put in because I think at that point they were all interested to see me do another film. When the question of director came, I straight away, and because സംഗതി ഒഴിഞ്ഞു മാറാനായിട്ടൊന്നും എനിക്കത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. I said no, it's not mine. പിന്നെ ആരാണ് ഇവിടെ ഇരിക്കുന്നവരായ പല പ്രഗത്ഭരുടെയും ഇവിടെ ഇല്ലാത്തവരായ ചില പ്രശസ്തിക്കുന്നുണ്ട്. അല്ല, ഇത് 3D ആകുമ്പോഴെങ്ങനെ? ഐ സെഡ് ഇറ്റ്സ് സിമ്പിൾ. 3D എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു ടീമുണ്ട്. ലൈക്ക് നമ്പ്യാദ്രി സാറ്, പിന്നെ I have my group of people who knows all the parameters of 3D. Actually, it's a science. Only thing is that I'll make sure the script is taken in a way that is compatible for 3D. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്നാണ് ലാൽ മോഹൻ പറയുന്നത്, എന്നാൽ ഞാനങ്ങ് ഡയറക്റ്റ് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും ലാൽ സാറിന് പുറത്തേക്ക് സൂക്ഷിച്ച് നോക്കി. I who first responded, I said, wow, now that is challenging for me. എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, I tell you what the challenge is. I have directed only 2 films. I have helped others become first-time directors more than the films that I have directed. One of my strength is to, I think, as a mark of respect, I have to stop. മമ്മൂട്ടിക്കാക്ക് സ്വാഗതം. ഇത് ജിജോ ആണ്. So as I was saying, my strength was always to get people's talents, and it's a tradition that goes back from the days of Udaya and Navodaya, where we have brought in new people. And I would say that when I helped Pachi, Raghunath Paleri, Rajiv Kumar, my own brother Jose, help in becoming directors, I had gained more than they had gained. For example, when Fasil directed Manjil Vinja Pookal, that's the first time I understood what the dramatic aspects are. Earlier, he was training my young sisters in mimicry, he and Venu, but now he was training me in dramatics. Sibi Malayil, when he was assisting me, Malayalam literature എന്നാണ്, ആധുനിക മലയാളം ലിറ്ററേച്ചർ എന്നാണെന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് സിബിയാണ്. When Priyadarshan came to help on Padayottam, he taught me what script writing is actually, because he had seen a lot of films, more than I have. Sibi had read a lot of books in Malayalam, more than I have. Same with Rajiv Kumar, same with Raghunath Paleri. Now, when I said that will be great to Mohanlal, I also said, ലാലുമോനെ ഞാൻ 2 പടമേ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. Lal sir, you have done 360 films. And one more thing I notice is, when I have been getting inputs for the script of Barros, you have made a lot of contributions to this. I know there is a director in you waiting to come out. ഉദാഹരണത്തിന് കുട്ടിച്ചാത്താനിലെ വവ്വാൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ഇമേജറിക്ക് പകരം മിന്നാമിനുകൾ എന്ന് പറയുന്ന ഒരു ഇമേജറി അതെങ്ങനെ വേണമെന്നും അതെങ്ങനെയായി തീരണമെന്നും ഒക്കെ ഈ കഥയ്ക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തത് ലാൽ സാർ തന്നെയാണ്. ഐ കാൻ ഡിവൾജ് ദ
secrets because it's too early to say. I don't want to make a spoiler. So, then start things in earnest because Lal Sir, Mohanlal എന്ന് പറയുന്ന ഒരു നടൻ മാത്രമേ, he's an icon. Like Mammootty here, Dasetan. For us Malayalis, they are larger than life. Told by ആൻ്റണി ചേട്ടൻ, ലാൽ സാറിൻ്റെ പടം ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് സാർ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത് ഇത് നമ്മുടെ എല്ലാ മലയാള സിനിമയുടെ ഒരു അഭിമാനമല്ലേ. ഐ ഡിഡൻറ്റ് ക്വൈറ്റ് നോ ദാറ്റ് ബിക്കോസ് കുറേ നാളായല്ലോ കേരളത്തിലില്ലായിരുന്നു. ബട്ട് ദെൻ വെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് പീപ്പിൾ ആർ സോ മച്ച് ഇൻട്രസ്റ്റഡ് ടു മേക്ക് എ ഗ്രേറ്റ് ഫിലിം വിത്ത് ലോട്ട് ഓഫ് ടാലൻറ്റ്സ് ആൻഡ് ഓൾ, ആൻഡ് ഐ റിയലൈസ് ദാറ്റ് ദിസ് ഈസ് വൺ സബ്ജക്റ്റ് ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ for showcasing Malayalam talent or local talent on a global field. The subject was like that. I mean, it's a grace of God. Now, when Lal Sir said this, and I said, no, then in this case, I have to improve on the script. Adanda, see, you said this is a children's film, and this is going to for a 3D, for a global audience. No, we have to make sure youngsters get this well. So we need inputs from young blood. Adara, we have to get young writers, youngsters, the language has to be young. അതിന് നമുക്കൊരു ഉടനെ ലാൽ സാർ ഉടനെ ഫോൺ എടുത്ത് വിളിച്ചു, സുജി പിള്ളേരെ ഇങ്ങോട്ട് അയച്ചേര്, എന്താണ് ഇവിടെ ഞാൻ ചെയ്യാൻ വന്ന പടത്തിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. So next thing I know is Appu and Maya coming in, and Maya with great enthusiasm studying the script saying, Jijo uncle, there is one problem. അതിൻ്റെ അകത്ത് so you cannot show Africans in bad light because it will already life is difficult for African students. And Revati was there. Revati came and said, how can ഈ കുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ പുസ്തകം വായിക്കുന്നത്, ഇന്ന് അതിന് പകരം വേറെ എന്തെങ്കിലും കാണിക്കണ്ടേ ജിജോ സാറേ? ഞാൻ പറഞ്ഞു, ഓക്കെ, വിൽ ചേഞ്ച് ഇറ്റ് ടു എ iPad or a Kindle book. Okay, so such went the improvements into it, and it was they who suggested a lot of young writers who could advise on this because of the characterization, the language should be young. So on that, Maya's acquaintance Samhita is here. She's a great writer. Then we all went to a psychiatrist who is a media advisor, he's a writer himself, C.J. John, to understand the psychology of a person, the behavior of a girl, teenage girl who would have a lot of fantasy. So that was how it went till we improved upon the script and finally we are here. Now one other thing I forgot to tell you is, whilst we have to have a animated character in this. Adanda, today that is, anganulla mende. This Barros doesn't have a sidekick. It would be nice to have that. I said, fantastic, let's do that. That's when Prakash Murthy came in and said that he developed on the character, the antics of the character. So why I said all this is, it came true that when such a subject say that these good things are the contributions of a lot of people, and I bear the responsibility of putting it together. If anything is wrong, I bear the responsibility of not putting it together well. Now, we had lost 1 year. Last year, this time we should have started this.
we have lost 1 year on this, but by the grace of God, we are all here. There are not many people wearing masks. I think that's about it. താങ്ക് യു സർ. ദയവായി വേദിയിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജിജോ സർ, ഭദ്രദീപം കൊളുത്താം. സാറും കൂടെ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മമ്മൂട്ടി സർ, പ്രിയദർശൻ സർ, സിബി മലയിൽ സർ, സത്യനന്ദിക്കാട് സർ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ലാൽ സർ, ശ്രീമതി സുചിത്ര മോഹൻലാൽ, ഒപ്പം ശ്രീ ക്ഷണിക്കുകയാണ് സ്നേഹപൂർവ്വം. പ്രിയപ്പെട്ട സുപ്രിയ പൃഥ്വിരാജ്, സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ മേജർ രവി, പ്രിയപ്പെട്ട ദിലീപ്, ദിലീപ് ശ്രീ സുരേഷ് കുമാർ,
വേദിയിലുള്ള അതിഥികളൊക്കെ ഒരു നിമിഷം ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമ സുഹൃത്തുക്കൾക്ക് ഫോട്ടോഗ്രാഫ്സ് എടുക്കാവുന്നതാണ് ഇപ്പോൾ. എല്ലാവർക്കും നന്ദി. ഫാസിൽ സർ ദയവായി തുടർന്ന് അഭ്യർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് കാലത്ത് മലയാള സിനിമയ്ക്ക് ഒരു പിടി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുമായി ഈ സംവിധായക പ്രതിഭ കടന്നു വന്നു. അദ്ദേഹം നടത്തിയ ഒരു കണ്ടെത്തൽ മലയാള സിനിമയ്ക്ക് പുതിയൊരു ചരിത്രം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാലിൻ്റെ ആദ്യ സിനിമാ സംവിധായക സംരംഭത്തിന് ദൃക്സാക്ഷികളായ എല്ലാവരെയും അനുമോദിക്കുന്നു. ലാലിൻ്റെ ഇൻ്റർനാഷണൽ ഫിലിം 40 വർഷത്തെ ലാലിൻ്റെ ജീവിത ചരിത്രത്തിൽ നന്ദി സർ. കാത്തു സൂക്ഷിക്കുന്ന 2 മഹാനടന്മാർ ലാൽ സാറിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷത്തിൽ കൂട്ടായി മമ്മുക്കയുമുണ്ട്. സംരംഭത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മളെല്ലാവരും. മലയാള സിനിമയിൽ ഒരുപാട് നടന്മാർ സംവിധായകരായിട്ടുണ്ട്. അരയും തലയും മുറുക്കി മോഹൻലാലും അറിയാം. നാൽപ്പത് വർഷത്തിലേറെയായി ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സിനിമയുടെ വളർച്ചയും തളർച്ചയും എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും ആണ് ഈ 40 വർഷത്തിലേറെ ഞങ്ങൾ സഞ്ചരിച്ചത്. ബറോസിലെത്തി നിൽക്കുക. ഈ സംരംഭം, ഈ നിമിഷം ഒരുപക്ഷെ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും പറ്റിയ ഒരു സുന്ദര
എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം പേർക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൊരു സിനിമയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപാട് ഭാഷകൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന്, നാടും സംസ്കാരവും കടന്ന് എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരുന്ന ഒരു കലാ സൃഷ്ടിയായി സതുദ്യമത്തിൻ്റെ ആരംഭം കുറിക്കലിന് ഇവിടെ സന്നിഹിതനാകാൻ സാധിച്ചതിന് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ നിമിഷത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് എൻ്റെ സർവ്വർപ്പണമുള്ള ഇവരൊക്കെ കൂടെ ഉള്ള ഒരു കാലത്ത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ബിജു ആയിരുന്നു, പ്രിയദർശനും സിബിയും ഒക്കെ ഫാസിലും ഒക്കെ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമയിൽ സിബിയും പഠിക്കാനും സിനിമയെപ്പറ്റി അനുഭവിക്കാനും ഒരുപാട് കാര്യങ്ങൾ. ഒരു വലിയ നിർമ്മാണ സ്ഥാപനത്തിൻ്റെ ആയിട്ട് ഈ സിനിമയുടെ മുന്നിലും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എൻ്റെ മുന്നിൽ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. എല്ലാ ഭാവുകങ്ങളും, എല്ലാ ആശംസകളും, എല്ലാ നന്മകളും. സിനിമ എന്ന സ്വപ്നം കണ്ടു തുടങ്ങുന്നതിന് മുന്നേ തന്നെ മോഹൻലാൽ സാറിനൊപ്പമുള്ള കളി It's a great moment for me to be here today. ഇവിടെ തുടങ്ങുകയാണ്. പക്ഷേ ഈ മണ്ണ് നവോദയയുടെ മണ്ണിൽ ആദ്യത്തെ സ്കൂള് ഇവിടുന്ന് ഇത് എല്ലാ മനസ്സിനുള്ളിലെ എല്ലാ പ്രാർത്ഥനകളും എനിക്കുണ്ട്. കാര്യം ഞാൻ ഇത്തിരി ഇമോഷനാണ് ഇത് പറയുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അല്ലെങ്കിൽ പ്രിയദർശൻ ഒരു സംവിധായകൻ ഉണ്ടാവില്ലായിരുന്നു എന്ന്. പക്ഷേ അടുത്തൊരു സ്റ്റെപ്പാണ്. He has achieved so many things in as an actor. Now it's one more step ahead. I hope that he will achieve that also in a very big way with lot of laurels which he'll get from all over the world. Thank you.
നടനകലയുടെ കമലതളങ്ങൾ ഒരുക്കിയ പ്രിയ സംവിധായകനെ ശ്രീ സിബി മറിയൽ സാറിനെ എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ചരിത്ര മുഹൂർത്തം. ഈ ഒരു 40 വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ ഒന്നിച്ചു കൂടുവാൻ കാരണമായ ളിൽ മാത്രം അസിസ്റ്റ് ചെയ്ത ശേഷം സ്വതന്ത്ര ഒരു സംവിധായകനായി രംഗത്തേക്ക് വരിക എന്നുള്ളതും നമ്മൾ മലയാളികൾക്ക്